ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മുടെ മലയാളം സീസണുകളിൽ മാത്രമല്ല, മറ്റു ഭാഷകൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. ഒരു മത്സരാർത്ഥി ഒരു സീസണിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നുണ്ടായ സീസണിലെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനായിട്ട് പലർക്കും മടിയാണ്. കാരണം ഇമേജ് പോകും എന്നൊരു കാര്യമാണ് അവിടെ അവർ പറയാറുള്ളത്. അപ്പോൾ മറ്റൊരു കണ്ടസ്റ്റന്റ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സീസണിന്റെ ടൈറ്റിൽ വിന്നർ ആയതെന്ന് ആരും അങ്ങനെ പറയാറില്ല. പക്ഷേ ഈ ഒരു സീസൺ വളരെ വ്യത്യസ്തമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയ ജിൻഡോ ആ ഒരു കപ്പുമായി തന്നെ വന്ന് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ ഈ ഒരു വിജയത്തിന് ഏറ്റവും വലിയൊരു കാരണക്കാരനായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെന്നുള്ള കാര്യം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡോക്ടർ റോബിന്റെ ട്രെയിനറാണ് ജിൻഡോ. ജിൻഡോന്റെ ജിമ്മിലാണ് റോബിൻ ഒരുപാട് കാലമായിട്ട് ഈ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ പരിചയവും അതുപോലെ തന്നെ ഒരു ആത്മബന്ധവും ജിൻഡോയും റോബിനും തമ്മിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ റോബിൻ സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് തൊട്ട് മുന്നായിട്ട് പോസ്റ്റും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോ ചേട്ടൻ ഈ ഒരു സീസൺ 6 വിജയിക്കട്ടെ, ഏറ്റവും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, സീസൺ 6 മുന്നോട്ട് പോയത് തന്നെ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു ഗെയിമിലൂടെ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സീസൺ 6 വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒരു വ്യക്തി ജിൻഡോ ചേട്ടനാണ്. എല്ലാവരും ജിൻഡോ ചേട്ടൻ വോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ റോബിൻ പോസ്റ്റും സ്റ്റോറീസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജിൻഡോനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, റോബിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റോബിൻ ഫാൻസിന്റെ ഒരു വോട്ട് കൂടി ജിൻഡോന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ജിൻഡോ വളരെ വലിയൊരു വോട്ടിന്റെ പെർസെന്റേജിനാണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയത്. അപ്പൊ ജിൻഡോന് ഇത് തുറന്നു പറയാനായിട്ട് യാതൊരു മടിയുമില്ല. ജിൻഡോ പോസ്റ്റും ചെയ്തു, കമന്റും ചെയ്തു. ഒരു വീഡിയോയില് വന്ന് പറയുന്നുണ്ടായിരുന്നു, റോബിൻ ഫാൻസിന്റെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ വിന്നർ ആയത്, നിങ്ങളില്ലാതെ എനിക്കിത് സാധ്യമാകില്ലായിരുന്നു. തീർച്ചയായിട്ടും റോബിൻ ഫാൻസിന്റെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിനോട് എന്റെ നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ ഡോക്ടർ റോബിൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിജയിച്ചത്, അല്ലാതെ മറ്റൊരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഒരു കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യില്ല, അത് നിങ്ങളുടെ ഗെയിമും ടാലന്റും കൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് റോബിനും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഡോക്ടർ റോബിൻ ഫാൻസും ജിൻഡോ ഫാൻസും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ജിൻഡോയെ വിജയിപ്പിച്ചിരിക്കുന്നത്. ജിൻഡോ ഇതൊരു വീഡിയോയിൽ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആസ്പദമാക്കിക്കൊണ്ട് ഡോക്ടർ റോബിനൊപ്പമുള്ള ഒരു പോസ്റ്റും ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് യാതൊരു മടിയില്ലാത്ത, അതായത് ഇമേജിനെ പറ്റി അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ജിൻഡോ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വിജയിക്കാനായിട്ട് മറ്റൊരു വ്യക്തി കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി നമ്മളുടെ വിജയത്തിനൊപ്പം കൂട്ടിച്ചേർക്കുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മറ്റുള്ള സീസണുകളിൽ പല കണ്ടസ്റ്റൻസും ചെയ്യാത്തൊരു കാര്യമാണിത്. ഈ ഒരു സമയത്ത് ജിൻഡോ ഡോക്ടർ റോബിന്റെ പേര് കൂടി തന്റെ വിജയത്തിന്റെ ഒപ്പം കൂട്ടിച്ചേർത്തപ്പോൾ, അല്ലായെങ്കിൽ ഡോക്ടർ റോബിന്റെ പേരെന്നല്ല, ആരായാലും ഇപ്പൊ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ആരായാലും തന്റെ വിജയത്തിനൊപ്പം അവരെയും കൂടി ഒരു വില കൊടുത്ത് കൊണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണെങ്കിലും ഡോക്ടർ റോബിൻ ഫാൻസ് മാത്രം വോട്ട് ചെയ്തെന്ന് വെച്ച് ജിൻഡോ ഒരിക്കലും സീസൺ 6ന്റെ വിജയി ആകില്ല. ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ കളിച്ച ഗെയിമിനും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുത്തതും. ഈ അവസാന സമയത്ത് ജനങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് വലിയൊരു പെർസെന്റേജ് വോട്ടിന്റെ വ്യത്യാസത്തിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ജിൻഡോ കപ്പ് ഉയർത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിൽ എല്ലാവരും പങ്കുചേർന്നു. ഇപ്പൊ നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത റോബിൻ ആയി കഴിഞ്ഞാലും അഖിൽ മാരാർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വോട്ടും കാര്യങ്ങളൊക്കെ വരും. അതെല്ലാ സീസണിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസ് ആരും തന്റെ ഇമേജിനെ പേടിച്ചുകൊണ്ട് അത് പുറത്തു പറയാറില്ല. ജിൻഡോ അങ്ങനെ ഒരു വ്യക്തിയല്ല. തന്റെ ഒപ്പം വിജയിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ജിൻഡോ പറഞ്ഞിരുന്നു. എല്ലാവർക്കും തന്റെ ആത്മാർത്ഥമായിട്ടൊരു നന്ദിയും ജിൻഡോ വീഡിയോന്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം തങ്ങളുടെ വിജയത്തിന് കൂട്ടുനിന്ന വ്യക്തികളെ അവസാന സമയത്ത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാം താൻ ഒറ്റയ്ക്ക് നേടിയതാണെന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യവും പല കണ്ടസ്റ്റൻസും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ജിൻഡോ അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്